എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ സിപിഐഎം നേതാവ് IP ബിനു അടക്കം 6 പേർക്ക് കൂടി ജാമ്യം. ഹൈക്കോടതിയാണ് ഇപ്പോൾ ജാമ്യം നൽകിയത്. ഇതോടെ കേസിൽ 24 പേർക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഇപ്പോൾ ബിനുവിനു കൂടി ജാമ്യം ലഭിക്കുകയാണ്. കോടതി എന്ത് നിരീക്ഷണമാണ് നടത്തിയത്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലാണ് IP ബിനു അടക്കം 6 പേർക്ക് കൂടി ജാമ്യം നൽകിയിട്ടുള്ളത്. ഹൈക്കോടതിയാണ് ജാമ്യം നൽകിയത്. നേരത്തെ ജാമ്യം ലഭിച്ചവരുടെ കണക്ക് കൂടി പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ആകെ 24 പേർക്കാണ് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. എക്സാലോജിക് CMRL മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ആയിരുന്നു പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയന്റെ വസതിയിൽ, അതായത് വീണ ടിയുടെ താമസ സ്ഥലം എന്ന നിലയിലായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവിടെ പരിശോധന നടത്തിയത്. ഈ പരിശോധനയ്ക്കെത്തി ഉദ്യോഗസ്ഥർ മടങ്ങിയപ്പോഴായിരുന്നു കൂട്ടം ചേർന്നുകൊണ്ട് CPIM അനുഭാവികളും പ്രവർത്തകരും വാഹനത്തിന് നേരെ ആക്രമണം നടത്തിയത്. ആജ്ഞ ചേരുന്നുണ്ട്. ആജ്ഞ, എന്ത് നിരീക്ഷണമാണ് ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി നടത്തിയത്? അഭിലാഷ്, പ്രത്യേകിച്ചും അന്വേഷണം പുരോഗമിച്ചതും തുടർ കസ്റ്റഡി ആവശ്യമില്ല എന്നുള്ള വാദം കൂടി പരിഗണിച്ചിട്ടാണ് കോടതി പ്രധാനമായിട്ടും ജാമ്യം അനുവദിക്കുന്നത്. ഇതോടെ ഇന്ന് IP ബിനു അടക്കം 6 പേർക്കാണ് ജാമ്യം ലഭിച്ചിട്ടുള്ളത്. CPM പാലയം ലോക്കൽ സെക്രട്ടറി ആണ് ഈ IP ബിനു അടക്കം 6 പേർക്കാണ് ജാമ്യം ലഭിച്ചിട്ടുള്ളത്. കേസിൽ 24 പേർക്കാണ് ജാമ്യം ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസവും ഹൈക്കോടതി ജാമ്യം ലഭിച്ചിരുന്നു 4 പ്രതികൾക്കും. അതിനു മുൻപ് ജാമ്യം അനുവദിച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അന്വേഷണമായി സഹകരിക്കണമെന്നും സാക്ഷികളെ സ്വാധീനിക്കരുതെന്നും തുടങ്ങിയ സാധാരണ ഉപാധികൾ ഉൾപ്പെടെയുള്ള കർശന ഉപാധികളോടുകൂടി തന്നെയാണ്. പക്ഷേ ഇത് ജാമ്യ വ്യവസ്ഥയുടെ ഇത്തരം കേസുകളിലെ കോമൺ ആയിട്ടുള്ള ജാമ്യ വ്യവസ്ഥ തന്നെയാണ്. കർശന ജാമ്യ വ്യവസ്ഥകളോട് കൂടിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഉപാധികൾ മുന്നോട്ട് വെച്ച് തന്നെയാണ് അഭിലാഷ് പറയുന്നത് പോലെ ഇത്തരത്തിൽ, അതായത് അന്വേഷണം പുരോഗമിക്കുന്നു, അതുപോലെ തുടർ കസ്റ്റഡി ആവശ്യമുള്ള സാഹചര്യം നിലവിലില്ല എന്നുള്ള നിരീക്ഷണത്തിലാണ് ഹൈക്കോടതി IP ബിനു അടക്കം 6 പേർക്ക് കൂടി ED ആക്രമിച്ച കേസിൽ ജാമ്യം നൽകിയിരിക്കുന്നത്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് ആജ്ഞ രവീന്ദ്രൻ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.